വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി യേശു അവനെ കൂടാതുള്ളവായതല്ല. അല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി. അടുത്ത വെളിച്ചമിരളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. മതി. യേശു കർത്താവ് വെളിച്ചമായി വന്നു. ഇരുളിനെ പിടിച്ചെടുക്കാൻ യേശു കർത്താവിനെ കഴിഞ്ഞില്ല. കാരണം യേശു വെളിച്ചം, ആത്മീയ വെളിച്ചം. പാപത്തിൽ മുങ്ങിക്കിടന്ന എനിക്കും നിങ്ങൾക്കും യേശു ക്രിസ്തു ജീവനായി വെളിപ്പെട്ടു, ആത്മീക ജീവനായി വെളിപ്പെട്ടു, അത് വെളിച്ചമായി വെളിപ്പെട്ടു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമ്മളിൽ വെളിച്ചമുണ്ടോ? നമ്മളിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? വെളിച്ചം എന്ന് പറഞ്ഞാൽ യേശുവല്ലേ. നമ്മളിൽ യേശു വെളിപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളിൽ ക്രിസ്തുവിന്റെ പ്രകാശധാരയുണ്ടോ? കൊരിന്ത്യർ സഭ 2 കൊരിന്ത്യർ ലേഖനം വായിച്ച 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിച്ചാൽ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. അല്ലെ ഒന്നോട്ടൊക്കെ വായിച്ചു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ സഹിക്കുവാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് സാക്ഷ്യപത്രം കാണിക്കുവാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. അത് അപ്പോസ്തലന്മാരെ പോലെ അവരായെന്നാ പറയുന്നത്. അടുത്ത, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. ഇപ്പൊ ക്രിസ്തുവിൻ പത്രമായി വെളിപ്പെടുക. കൊരിന്ത്യയിലെ വിശ്വാസികളെ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കാണാൻ തുടങ്ങി. യേശുവിനുള്ള വെളിച്ചം കൊരിന്ത്യ സഭയിൽ പ്രകാശിച്ചു. യേശുവിൽ ഉള്ള ആത്മീക വെളിച്ചം, ആത്മീക ജീവൻ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളിൽ പ്രകാശിച്ചു. അതാ പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായി, നിങ്ങളിലൂടെ യേശുവിനെ വായിച്ചെടുക്കത്തക്ക നിലയിലായി വെളിച്ചം അവരിലേക്ക് വന്നു. മുമ്പ് നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ വെളിച്ചമാകുന്നു എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ വെളിച്ചമുണ്ടോ? മറ്റുള്ളവർക്ക് മാതൃകാപരമായ ജീവിതം നാം നയിക്കുന്നുണ്ടോ? ദൈവസഭ ഈ ഭൂമിയിൽ വെളിച്ചമായി നിൽക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ജാതികളായ അനേകര് യേശു കർത്താവിന്റെ മഹത്വം നമ്മളിലൂടെ കാണുന്നുണ്ടോ? ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വസിച്ച പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ എന്താ പറ്റി? പുരോഹിതന്റെ പെടലി ഒടിഞ്ഞ് ചത്തു. ഒത്തിരി അനിഷ്ട സംഭവങ്ങളോടെ ഉണ്ടായി. പെട്ടകം ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിച്ച അനേക വിശുദ്ധന്മാര് ഇന്ന് കൂരിരുട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിനെ അവരിൽ കാണാൻ കഴിയുന്നില്ല. സാത്താനാണ് അവരിലൂടെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരളക്കരയിലുണ്ടായിരുന്ന കുറെ വിശുദ്ധന്മാരായ പാസ്റ്റർമാരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ അവിടെ പ്രസംഗങ്ങൾ കേട്ട് പേടിച്ച് വിറച്ചു പോയിട്ടുണ്ട്. ഇന്ന് അവരൊക്കെ വെറും ചാൻവി കൂമ്പാരങ്ങളാണ്. ഒരു ഭൗതിക അനുഗ്രഹം ഉണ്ടെന്നല്ലാതെ യാതൊരു ദൈവകൃപയും അവരിലില്ല. അവർ ഇരുട്ടിന് സമാനമായി മാറാനിടയായി. എന്തു പറ്റി? ദൈവകൃപ മുഴുവൻ ചോർന്നുപോയി. അവർ ഇരുട്ടിന്റെ സന്തതികളായി മാറി. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊരിന്ത് സഭയിലെ വിശ്വാസികളെ പോലെ നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായി. നമ്മളിലൂടെ ക്രിസ്തുവിനെ വായിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ക്രിസ്തു ജീവിതം മാറ്റപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. എത്രത്തോളം നമ്മൾ അതിന് ഇന്ന് പലകാലം ചെവി കൊടുക്കും. പ്രിയമുള്ളവരെ, എന്നിലൂടെ കർത്താവിനെ കാണാൻ കഴിയുമോ? റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ച്. ഹല്ലേലൂയ. 15-ന്റെ വായിച്ച്. ഇല്ലെങ്കിൽ ഞാനങ്ങ് വായിക്കും. എന്റെ മുമ്പിൽ തന്നെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ കഴിയുന്നില്ല. യേശു ക്രിസ്തു തന്നിലൂടെ പ്രവർത്തിച്ചു, താൻ വെളിച്ചമായി തീർന്നു. അവിടെ അങ്ങനെയല്ല വാക്യം. തങ്ക ലിപിയിൽ എഴുതി ചേർക്കേണ്ട വാക്യമാണത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് വായിച്ചേ വേണം. ആരെങ്കിലും ഒന്ന് വെച്ച് കുറച്ച് വായിച്ചു. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ
അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. ക്രിസ്തു തന്നിലൂടെ പ്രവർത്തിച്ചു. ക്രിസ്തു തന്നിലൂടെ പ്രവർത്തിക്കത്തക്ക നിലയിൽ താന്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഒരു പ്രവർത്തിക്കത്തക്ക നിലയിൽ തന്റെ ജീവിതം മാറ്റപ്പെട്ടു. ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. താൻ അനുദിന ജീവിതത്തിൽ ദൈവപ്രവൃത്തിയുടെ ഒരു ഉപകരണമായി പൗലോസ് തീർന്നു എന്ന് സാരം. ഹല്ലേലൂയ. ഞാൻ ഇന്നുകൂടി പറഞ്ഞു, ഇങ്ങോട്ട് വരുമ്പോ സൗരനോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 21 അധ്യായം എല്ലാവരും വായിച്ചു. ശാസ്ത്രിമാരെയും പരീശന്മാരെയും ദൈവം തെരഞ്ഞെടുത്ത് ന്യായപ്രമാണം ജനത്തെ പഠിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ശാസ്ത്രിമാരും പരീശന്മാരും ആയവരെ ഇതുപോലെ കർത്താവ് കണക്കിന് ശാസിക്കുന്ന വേറൊരു അധ്യായം വേദപുസ്തകത്തിലില്ല. പുതിയ നിയമത്തിൽ എന്തൊക്കെയാ അവരെ വിളിക്കുന്ന വെള്ള എഴുത്തുക അവർക്കെല്ലാവരും. പിന്നെ കടലും കരയും കിടന്നൊരുത്തനെ മതത്തിൽ ചേർത്തിട്ട് അവരെ ഇരട്ടിച്ച നരകത്തിന് യോഗ്യരാക്കി തീർക്കുന്നു. അപ്പൊ ഇന്ന് ആ സ്ഥാനത്ത് നിൽക്കുകയാണ് പുതിയ നിയമ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാരായ പാസ്റ്റർമാർ. ഞാനത് ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവരേതവസ്ഥയിൽ നിൽക്കുന്നു? അവരുടെ ശുശ്രൂഷകളും അവരുടെ ജീവിതവും കണ്ടുകൊണ്ട് കൊരിന്ത് സഭയെ പോലെ ക്രിസ്തുവിനെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ അവരിൽ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? സ്വയം വിലയിരുത്തുക എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട ഈ ദൂത് കേൾക്കുന്ന എല്ലാവരും അവരവരെ തന്നെ ഒന്ന് വിലയിരുത്തുക. ഞാൻ എവിടെ നിൽക്കുന്നു? എന്റെ അവസ്ഥ എവിടെ നിൽക്കുന്നു? പൗലോസ് എഴുതി തന്ന ഈ ലേഖനത്തിലെ മാർമികമായ സത്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. ഹല്ലേലൂയ. അടുത്ത സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇപ്പൊ വെളിച്ചത്തിന് ഫലമുണ്ട്. എന്തൊക്കെയാ ഫലം? സൽഗുണമുണ്ട്, നീതിയുണ്ട്, സത്യമുണ്ട്. വെളിച്ചത്തിന് ഫലമുണ്ട് പ്രിയമുള്ളവരെ. വെളിച്ചത്തിന്റെ ഫലം പൗലോസ് പറയുന്നു അതിന്റെ 10 എഫേസ്യർ 5:10 പറയുന്നു സകല സൽഗുണവും നീതിയും സത്യവും. സത്യമുള്ള ദൈവമക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ സർവായുധ വർഗത്തിലെ ഏറ്റവും പ്രധാന സത്യം അരക്കി കെട്ടുക. സ്വത്രം. നീതി. ഏത് പ്രവൃത്തി ചെയ്താലും അതിലൊരു നീതിയുണ്ട്. ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ, ഇത്ര നീതി കെട്ടവനായി പോയില്ലടാൻ. കാരണം തെറ്റായ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവമക്കളോടുള്ള കാര്യമാണ്. ഞാൻ സാധാരണ പറയുന്ന പദങ്ങൾ പറയുക, അത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഒരു ജനറൽ കൺവെൻഷൻ നടന്നാൽ പന്തലിന് വേണ്ടി ഒരു കൂട്ടരെ ഏൽപ്പിക്കും, ഫുഡ് കൊടുക്കാൻ ഒരു കൂട്ടരെ ഏൽപ്പിക്കും, പിന്നെ അതിന്റെ വേസ്റ്റ് എല്ലാം കൂടി കളയാൻ ഒരു കൂട്ടരെ ഏൽപ്പിക്കും, കസേര ആദ്യം അവരെ ഒരു കൂട്ടരെ ഏൽപ്പിക്കും, പലരെ ഏൽപ്പിക്കും. അവസാനം ഇതിന്റെ കണക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ എന്തായിരിക്കും വെച്ചാൽ അവിടെ നടക്കുന്നത്? ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്ന സ്റ്റണ്ടാണ് അവിടെ നടക്കുന്നത്. നാലുപേര് കേൾക്കട്ടെ, എന്റെ വിശുദ്ധന്മാരുടെ എന്താ പറ്റിയത്? ഈ പറഞ്ഞ നീതിയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. പന്തലിന് വേണ്ടി എന്നെ പണം ഏൽപ്പിച്ചെങ്കിൽ അതിന് 55 ലക്ഷമായെങ്കിൽ 85 ലക്ഷം എന്ന് എഴുതി കൊടുക്കരുത്. 55 ആയിട്ട് തന്നെ നിൽക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കസേര എടുത്തുകൊണ്ട് വരാനായിട്ട് ഓരോരെ ഏൽപ്പിച്ചു. കസേരയുടെ 3.5 ലക്ഷം രൂപയായെന്ന് പറഞ്ഞെങ്കിൽ അത് 8.5 ലക്ഷം ആയെന്ന് കണക്ക് കൊടുക്കരുത്. നീതി വേണം. നീതി, നീതി, നീതി. ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. വചനം അനുസരിച്ച് ജീവിക്കുന്നതാണ് നീതി. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് സൽഗുണം, നീതി, സത്യം. സൽഗുണം. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക. ഇപ്പൊ ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. ഞാൻ മുമ്പോട്ട് പോട്ടെ. എനിക്ക് പ്രധാനപ്പെട്ട വിഷയത്തിനെ ഫോക്കസ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോകുന്നു. അപ്പോ സകല സൽഗുണവും നീതിയും സത്യവും അല്ലോ വെളിച്ചത്തിന്റെ ഫലം.
ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. ഇരുട്ടിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാത്താന്റെ പ്രവൃത്തിയാണ്. അവരെ ശാസിക്കണം. സാത്താന്റെ പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ നിന്നിലൂടെ സാത്താന്റെ പ്രവൃത്തി വെളിപ്പെട്ട് യേശുവിടെ നമ്മൾ വിട്ടുപോകുന്നവർ ശാസിക്കാനിടയായി തീരണം. ഹല്ലേലൂയ. സഭയിൽ ദൈവമക്കൾ തെറ്റായ നിലയിൽ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ആ ജീവിതത്തിന്റെ പിന്നിലുള്ള ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശ്വാസിക്കണം. ഹല്ലേലൂയ. അല്ലാതെ പാപം ചെയ്തവനെ സെക്രട്ടറി ആക്കി വെച്ച്, തെറ്റ് ചെയ്തവനെ പിന്നെ കൗൺസിൽ മെമ്പറാക്കി വെച്ച്, ലോകത്തില്ലാത്ത അതിക്രമം ചെയ്യുന്നവരൊക്കെ ആത്മീക കൂട്ടായ്മകളിൽ അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്ത് പ്രസംഗപീഠങ്ങൾ കൊടുത്താൽ സഭ കുട്ടിച്ചോറാകും. ഒരു സഭയുടെ നെടുന്തൂൺ പാസ്റ്ററാണ്. ആ പാസ്റ്റർ ദൈവവചന വ്യവസ്ഥപ്രകാരം നിന്നില്ലെങ്കിൽ സഭ തകർന്ന് തരിപ്പണമാകും. ഒന്നല്ല 100 അനുഭവങ്ങൾ പറയാൻ എനിക്കൊണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ. സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അടുത്ത വാക്യം, ഇരുട്ടിന്റെ നിഷ്ഫലവൃത്തിയിൽ കൂട്ടാളി അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകും. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെക്കുറിച്ചും വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതല്ല, വെളിച്ചം പോലെ തെളിവല്ലോ. 14 വാക്യം വായിച്ചാൽ, അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഇവിടെ ഇന്നത്തെ കാലഘട്ടം നോക്കിയാൽ സഭകൾ എന്ത് ചെയ്യുക? ഉറക്കത്തില്ല. സഭ ആത്മീയ ഉറക്കത്തിൽ കിടക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയുടെ വേർപാടിൽ ജീവിക്കേണ്ട ദൈവസഭ ശുശ്രൂഷ വൃന്ദങ്ങൾ, വിശ്വാസികൾ ബഹുഭൂരിപക്ഷവും ആത്മീകമായി ഉറങ്ങിക്കിടക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്നെഴുന്നേൽക്കുക. എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, ക്രിസ്തുവിന്റെ പ്രകാശധാരകളായി മാറുക. ഈ ആത്മീയ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദവചന ധ്യാനമില്ല, പ്രാർത്ഥനയില്ല, വിശുദ്ധ ജീവിതമില്ല, ദൈവവചനം അനുസരിച്ചുള്ള ജീവിതങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ ഉറങ്ങിക്കിടക്കുക ആത്മീയമായി. അവരെ നന്നാക്കി എടുക്കാൻ കഴിയത്തില്ല ആർക്കും. അവൾ നന്നാക്കി എടുക്കണമെങ്കിൽ ശക്തിയേറിയ ദൈവവചനം, മൂർച്ചയേറിയ ദൈവവചനം, വിശുദ്ധിയുടെ വചനം ശക്തിയോടെ പ്രസംഗിച്ച് ആ വചനത്തിന് സമർപ്പിക്കപ്പെട്ടാൽ മാത്രമേ അവർ ഉണരത്തുള്ളൂ. അല്ലെങ്കിൽ ആ കിടപ്പിൽ കിടന്ന് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയി അവസാനം നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന കൂട്ടത്തിൽ അവരെ കാണും. ഈ ശബ്ദവരുതി കേൾക്കുന്ന ഏത് ദേശത്തും ഏത് രാജ്യത്തും ഇരുന്നാണെങ്കിലും ഇത് കേൾക്കുന്ന മാന്യ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾ സടകുടഞ്ഞ് എഴുന്നേൽക്കണം കർത്താവിന്റെ വരവായി. 25 അധ്യായത്തിന്റെ ആകത്തുക എന്ന കണ്ടൻസ് എന്ന മത്തായി 25 ആകത്തുക എന്താ? നിങ്ങളൊന്ന് പറഞ്ഞേ എന്താണ്? പലരും പല വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മത്തായി 25 വായിച്ചു. എടുത്തവർ പെട്ടെന്ന് വായിച്ചു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരിക്കുന്നവർ അവരോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിന് ശേഷം അപ്പൊ എന്താ സംഭവിച്ചവിടെ? ഉറങ്ങിപ്പോയി. മണവാളൻ വരുന്നു എന്ന് ആർപ്പുവിളി ഉണ്ടായി. ആ വാക്ക് വായിച്ചു. ആർപ്പുവിളി വചനശുശ്രൂഷ ഒരു ആർപ്പുവിളിയാ. ഹല്ലേലൂയ. 25 അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. മണവാളൻ വരുന്നു. ഈ ദൂതൻ ആർപ്പുവിളിയാണ്. മണവാളൻ വരുന്നു. യേശു കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുന്നു. ദൈവമക്കളെ, ഉറങ്ങിക്കിടക്കുന്നവർ സടകുടഞ്ഞ് എഴുന്നേൽക്കണം എന്ന് വൽക്കാലം. അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു, വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുകയും എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും
നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ദൂത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരുക്കമില്ലാതെ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലായി പോകും. കർത്താവ് പറഞ്ഞ ആത്മീക മർമ്മം മനസ്സിലാക്കണം. അവർ വാങ്ങുവാൻ പോയപ്പോൾ അവർ ഒരുങ്ങാതെ ഇരുന്ന ആ അവസ്ഥ കണ്ടുകൊണ്ട് പറയാം, അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. നമ്മുടെ തന്നിഷ്ടം ചെയ്യാനായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാൽ മണവാളൻ വന്ന് സഭയെ ചേർക്കും. നമ്മൾ കൈവിടപ്പെട്ടു പോകും. പിന്നെ കിടന്ന് അയ്യം പിടിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് നിന്നെ തെരഞ്ഞെടുത്തു. ഞാൻ എന്ത് പ്രസംഗിക്കും? നിങ്ങൾക്ക് ചുക്കും അറിയത്തില്ല. ഒരു ചുക്കും എനിക്കറിയത്തില്ല. ഞാനെല്ലാം പ്രസംഗിക്കാന ഉപദേശിമാരെ നിറഞ്ഞു കിടക്കുന്ന കേരളക്കരയിൽ എല്ലാം പ്രസംഗിക്കാൻ. ഞാൻ നിന്റെ നാമിക്കറി ഞങ്ങൾ പറഞ്ഞാൽ മതി. കണക്കൂട്ടിയൊന്നും പോട്ടെ. പറഞ്ഞു ഒരു അദ്ദേഹം എടുത്താണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ആവി കിട്ടും. വചനപ്രസംഗം, ലോഗോസ് എഴുതപ്പെട്ട വചനം, റീമ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന വചനം. അതാണിപ്പോ എഫെസ്യ ലേഖനത്തിലുള്ളതല്ല ഈ വാക്യം. ഇത് റീമയായിട്ട് വന്നതാ. ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളായിട്ട് വന്നതാ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, പാസ്റ്റർ സമൂഹമേ, ക്രൈസ്തവ ഗോളമേ, പെന്തക്കോസ്ത് കൂട്ടരെ, നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് ഭൗതിക നന്മകളിൽ പുളച്ചു കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? ഉണർന്നിരിക്കുന്നുണ്ടോ? മണവാളൻ വരാൻ നേരമായി. കാന്തൻ വരാറായി, നാനും പോകാറായെന്ന് ഒരു പാട്ട് പാടിയാണെന്ന് കർത്താവിന്റെ ഒരു പോകത്തില്ല. ഒരുങ്ങണം. ആ ഒരുങ്ങണം. അതാണ് ഉപദേശം. അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ഉപദേശം സഭ ഒരുങ്ങാൻ വേണ്ടിയുള്ളതാണ്. കർത്താവേ, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങൾ ഒന്നുകൂടി വെച്ച് കേൾക്കണം. ഞാൻ ഫോണിലുണ്ട്, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. മാറ്റനാത്തോട്ട് യൂട്യൂബിലേക്ക് വരും. ഹല്ലേലൂയ. നമ്മൾ ഒരുങ്ങിയിരിക്കണം, ഒരുങ്ങിയിരിക്കണം. നമ്മളെല്ലാവരും ബിസിയാണ്. എന്തിന് ബിസി? ഞാൻ സാധാരണ പാസ്റ്റർമാരുടെ സെമിനാറൊക്കെ എടുക്കുന്ന ആളാണ്. സെമിനാറോട് വാർത്ത നിങ്ങൾ എന്ത് ബിസി ആയി ചെയ്യും? നിങ്ങൾ ആരെ നരകത്തിൽ കൊണ്ടുപോകാനായി ബിസി കാണിക്കും? നിങ്ങളുടെ പ്രവർത്തന മുഖാന്തരം സ്വർഗത്തിലേക്ക് ആള് പോകാനാണോ നിങ്ങൾ ബിസി എങ്കിലും ഓക്കെ. അല്ലാതെ നിങ്ങൾ ബിസി ബിസി എന്ന് പറഞ്ഞിട്ട് എന്ത് പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആളെ കൂട്ടി സ്വോത്രാഴ്ച മേടിച്ച് പോക്കറ്റിലിട്ട് പോകുന്നതാണോ സുവിശേഷ വേല? ഹല്ലേലൂയ. ആളെ കൂട്ടി ദൈവവചനം പ്രസംഗിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുകയല്ലേ? എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിലെ 11 മുതൽ ഒന്ന് വായിച്ചു ചെയ്യാം. ദൈവ ശുശ്രൂഷകന്മാരാക്കി വെച്ച് എന്തിനാ? മനോഹരമായ നിലയിൽ വായിച്ച് വലിയ ഒച്ച വായിക്കണ്ട. 4:11 മുതൽ റീമയായി വെളുപ്പിട്ട വചനമാണ്. 4:11 മുതൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. മതി. ഇവിടെ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരെ, സുവിശേഷന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചിരിക്കുന്നു. ആ നിയമിച്ചത്, അത് എന്നതിന്റെ അർത്ഥം നിയമിച്ചത് നാം എല്ലാവരും, പൗലോസ് ഇൻക്ലൂഡിംഗ് പൗലോസ്, വിശ്വാസികളെല്ലാവരും എന്ത് ചെയ്യണം? നാം എല്ലാവരും സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വാസത്തിൽ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയിൽ തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ് ഒരുപോലെ ആയിരിക്കണം. ഏകങ്ങളുടെ റാണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവസഭ ഒരുങ്ങേണ്ട ഉപദേശം എഫേസ്യ ലേഖനത്തിൽ കിടപ്പുണ്ട്. ശുശ്രൂഷ വൃന്ദങ്ങളുടെ ചരിത്രം എഫേസ്യ ലേഖനത്തിൽ കിടപ്പുണ്ട്. എല്ലാ ഉപദേശങ്ങളും ഇവിടെ ഒരു സംക്ഷിപ്ത രൂപയാണ് ഈ എഫേസ്യ ലേഖനം. ഇതിന്ന് പഠിപ്പിക്കുന്നവർ വളരെ കുറവാണ്.
അതാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു മണ്ടക്കോ സ്വാമി പറഞ്ഞത്, ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന്. ഇതൊക്കെ ഞങ്ങളെ തെറ്റിച്ചു കളയാൻ പൗലോസ് എഴുതിയാണെന്ന്. അല്ല സഹോദര, തെറ്റിക്കാൻ എഴുതിയല്ല, നിന്റെ തലമണ്ടയിൽ സാത്താൻ ഇഞ്ചക്ട് ചെയ്തിരിക്കുക. അതുകൊണ്ട് നിനക്ക് മനസ്സിലാകാത്തത്. നിന്റെ ഭൗതികങ്ങളെല്ലാം സടകുടഞ്ഞ് കളഞ്ഞ് ഞാൻ ഒന്നുമില്ല കർത്താവേ, തട്ടിച്ചും വെട്ടിച്ചും വഞ്ചിച്ചും ചതിച്ചും വിശ്വാസികളെ നശിപ്പിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭൗതികം മുഴുവൻ, ഹല്ലേലൂയ, അതാ തിരിച്ചു കൊടുത്ത്. സക്കായി എന്തായി? നല്ലൊരു പഠനമാണ് സക്കായി. എനിക്ക് വലിയ ഇഷ്ടം. ഞാൻ എല്ലായിടത്തും പ്രത്യേകിച്ച് ചോദിച്ചു. 10 രൂപ പകുതി തരുന്നത് കൊടുത്തു, ചതിവായി വാങ്ങിയത് 4 പങ്കായി കൊടുത്തു. ആ ഒപ്പിച്ചനാ പറഞ്ഞു. അപ്പൊ ആള് പുള്ളി കുഞ്ഞിനായിരുന്നു. അത് കഞ്ഞിക്കുള്ള വക മാത്രമേ ഉള്ളൂ. ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ലഗേജ് കുറച്ചില്ലെങ്കിൽ ഇടുക്കുവാതിലൂടെ പോകാൻ പറ്റത്തില്ല. അതാണ് ആ ചെറുപ്പക്കാരനോട് പ്രമിച്ച് തരത്തിൽ കൊടുത്തിട്ട് എന്റെ പിന്നാലെ വാ, എന്നുള്ളത് നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം, ദൈവരാജ്യം തരാം, നിത്യജീവൻ തരാം. ഇപ്പോൾ മനസ്സിലാക്കണം സത്യം. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു 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 എന്ന് പറയുന്നത് ഭൗതികമല്ലെന്ന് ആദ്യം പഠിക്കണം. ലേഖനം 3:1 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷങ്ങളുടെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉപദേശിച്ച് നടത്തുമ്പോൾ സഭ എങ്ങനെയായിരിക്കും? വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ് എല്ലാവർക്കും ഒരുപോലെ ഇരിക്കും. ഒരു സഭയിൽ 10 വിശ്വാസികൾ ഉണ്ടെങ്കിൽ ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ട് വിശ്വാസികളുടെ ആത്മീയ നിലവാരം ഒരുപോലെ ആയിരിക്കണം. ഇത് വിശ്വാസം ഒരു വഴിക്ക്, പ്രത്യാശ ഒരു വഴിക്ക്, പലതും പല തട്ടിക്കിടക്കയില്ല. ഇപ്പോ വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവും ഒരുപോലെ ആയിരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ ദാസങ്ങളുടെ ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവ്, ശ്രദ്ധിച്ചില്ലേ? ആത്മീയ വർധനവ്, ഭൗതികം ഇവിടെ ഇല്ല. ആത്മീക വർധനവ്. ചിലപ്പോൾ ലാസറിനെ പോലെ ആയിരിക്കും വിശ്വാസികൾ, പക്ഷെ ആത്മീക സമ്പന്നനായിരിക്കും വ്യക്തി. വിശ്വാസത്തിൽ സമ്പന്നത, പ്രത്യാശയുടെ സമൃദ്ധി, സന്തോഷ സമൃദ്ധി, ഹല്ലേലൂയ, നീതിയുടെയും കൃപാദാനത്തിന്റെയും സമൃദ്ധി. തീത്തോസിന്റെ ലേഖനത്തിൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരെന്ന് പറയുന്ന ഒരു പദം അല്ലേ? എന്താ അർത്ഥം? നല്ല കറ തീർന്ന വിശ്വാസം. പേഴ്സുകാരിയായിരിക്കാം, പക്ഷെ വിശ്വാസം വലുതായിരിക്കും. ഹല്ലേലൂയ. ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ടവനാ ലാസർ. അതുകൊണ്ടാണ് പർദീസയിലേക്ക് പോയത്. മനസ്സിലാക്കി. ഇനി അങ്ങനെ ഈ ആത്മീക അനുഗ്രഹവും പ്രാപിച്ച് ക്രിസ്തുവിന്റെ സമ്പ്രദായ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനും ആയിരിക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കും? 14-ാം വാക്യം സംഭവിക്കും. മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായി പോകും. ദാസന്മാരോട് എനിക്ക് പറയാനുള്ളത്, എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെ നന്നായിട്ടൊന്ന് വായിച്ചു പഠിച്ചൊന്ന് ധ്യാനിച്ചു നോക്കി. ദൈവം ആക്കി വെച്ച ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷ അനുഭവിച്ച് ഈ ആത്മീയ വർധന പ്രാപിച്ചില്ലെങ്കിൽ 14-ാം വാക്യം വിശ്വാസികളിൽ സംഭവിക്കും. ആടി ഉലയുന്ന ശിശുക്കളായി. എങ്ങനെ ആടി ഉലയുന്ന ശിശുക്കളെന്ന് എഴുതിയിരിക്കുന്നു? മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ ഉപദേശത്തിന്റെ കാറ്റിനാൽ. പെന്തക്കോസ്ത് സമൂഹം ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുവിടുന്ന ശിശുക്കളാണ്. ആത്മീക ശിശുക്കളാണെന്നേ. എടുക്കേണ്ട വാക്യം എടുത്ത് വായിക്കാൻ സമയമില്ല. 1 Corinthians 13:11 ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ഇടപെട്ടു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ആത്മീയ വളർച്ച പ്രാപിക്കുന്ന പെന്തക്കോസ്ത് സമൂഹമാണ് ഇന്ന് ലോകത്ത് കിടക്കുന്ന നല്ലൊരു പങ്കും ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. നമ്മെ പോലെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർ. എന്റെ കൊച്ച്, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മോളുടെ കൊച്ച് വലിയ ബഹളമൊക്കെ ഉണ്ടായിക്കൊണ്ട് വരും. പപ്പനത്തിലും അടിക്കും എവിടെ പോയാലും വരുന്നത്. 1 രൂപയുടെ ഒരു മുട്ടായി എടുത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം 1 രൂപയുടെ ഒരു മുട്ടായി എടുത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ
പപ്പേനെ ഇടിക്കാൻ വരും, പപ്പ നിങ്ങൾ കൊണ്ടുപോയില്ല, കാലം കെട്ടിയില്ല, വണ്ടി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി വരും. ഒരു കൂടെ മിഠായി തിരിച്ചു കഴിഞ്ഞാൽ അമ്മോ തിരിച്ചു പോവാ. നമുക്ക് മിഠായിയാണോ വേണ്ടത്? നമുക്ക് ഈ വചനമല്ലേ വേണ്ടത്? സഭയിൽ വചനം പ്രസംഗിക്കണ്ടേ? ഹല്ലേലൂയ. പുതിയ നിയമസഭയുടെ ഉപദേശം സഭയെ പഠിപ്പിക്കില്ലെങ്കിൽ അവർ ശിശുക്കളാണെന്ന് മനസ്സിലാക്കണം. ഒരു ആത്മീയ ശിശു എന്തൊക്കെ ചെയ്യും? ഞങ്ങളുടെ എറണാകുളം പട്ടണത്തിൽ ഒരു ശിശു പാസം കെട്ട് കൂട്ടത്തിൽ അണ്ടാക്കി. എന്താ കാര്യം? വളർന്നിട്ടില്ല, അവർ വളർത്തിയിട്ടില്ല. അവർ ചെയ്ത കാണൊക്കെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവന് അങ്ങനെ തോന്നി കൊടുക്കണമെന്ന്. ഒരിക്കലും ഒരു പാസിനെ ഓടിച്ചിട്ട് പാസ് ഒരു പൊക്കമുള്ള വണ്ടിയാണ്, പൊക്കമുള്ള വണ്ടി നേരെനിക്ക് വന്നു ചാറ്റസുമാണെന്ന് തോന്നി, ഇച്ചിരി പൊങ്ങിയിരിക്കുന്ന വണ്ടി. അതിന്റെ അടിയിൽ ഒരാൾക്ക് കയറി ഇരിക്കാൻ സുഖമായിട്ട് അങ്ങനത്തെ അതായത് ഫോർച്യൂണർ വണ്ടി. അതിന്റെ അടിയിൽ കയറി വിളിച്ചിരിക്കുക. പാസ് എവിടെയാണെന്ന് ചോദിച്ചപ്പോ കാണാനില്ല. ഒരു വണ്ടിന്റെ അടിയിൽ നിന്ന് ദീർഘശ്വാസം വിട്ടുകൊണ്ടിരിക്കുക. കാരണം ആത്മീയ ശിശുവാണ്. വളർച്ച പ്രാപിക്കാത്ത വിശ്വാസികൾ തെറ്റ് കണ്ടാൽ അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഇപ്പൊ എന്നെ ഒരാളൊരു ചീത്ത വിളിച്ചു, ഞാനെന്താ ചെയ്യുന്നത്? സ്വോത്ര സഹോദര വിളിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, ഞാൻ സ്വോത്രം പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ പറയുക. പിന്നെ വിളിച്ചു, പിന്നെ സ്വോത്രം, പിന്നെ വിളിച്ചു, പിന്നെ സ്വോത്രം. ഞാൻ ആത്മീയ ശിശുവാണെങ്കിൽ എന്താ ചെയ്യും? ഒന്നേ വിളിക്കുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെല്ലാം നന്നായിട്ട് വായിച്ചു പഠിക്കണം. ബ്രദർ ഡാമിൻ ഇത് കേൾക്കുന്നെങ്കിൽ നീ വായിച്ചു പഠിക്കണം. ഇത് നീ ശിശുവായതുകൊണ്ടായി പൊട്ടത്ര വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. പൗലോസ് എഴുതിയ ലേഖനങ്ങളുടെ ഊർജ്ജം എന്താണെന്ന് നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയത്തില്ല. ഇന്നും പഠിച്ചിട്ട് ഗ്രഹിക്കാൻ കഴിയാതെ ഗ്രഹിക്കാനുള്ള കൃപകളുടെ വേണ്ടി കിടന്ന് നിലത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക ഞാനൊക്കെ. ഹല്ലേലൂയ. കർത്താവേ, പൗലോസ് എഴുതിയ വചനത്തിൽ ഈ പത്രോസ് പറഞ്ഞ ആ ഭാഗം ഒന്ന് വായിച്ച് അതിനെപ്പോലും പുള്ളി കോട്ടിക്കളഞ്ഞെന്നുള്ളതാണ് പ്രത്യേകത. പൗലോസിന്റെ ലേഖനത്തെ കുറിച്ച് പത്രോസ് പറഞ്ഞ ഭാഗം അതെ 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് ആ ഭാഗം വരികയാണ്. ഹല്ലേലൂയ. അങ്ങനെ തന്നെ 15-ാം വാക്യം. അങ്ങനെ തന്നെ അവിടെ തൊട്ട് സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവരോട് മതി. ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ ഡാമിനെന്ന് പറയുന്ന പൊട്ടം പറഞ്ഞത് എങ്ങനെയാണ്? എന്താ പറഞ്ഞത്? പത്രോസ് പോലും പറഞ്ഞു, പത്രോസിന് പോലും അത് പിടിയും കിട്ടുന്നില്ല. വായിച്ചിട്ട് ഇവിടെ പത്രോസ് എഴുതിയിരിക്കുന്നത് എന്താ? ഇതൊന്ന് തിരിച്ചു കൊടുക്കണം വെച്ചാൽ വിശ്വാസികൾക്ക് ഇത് മനസ്സിലാക്കട്ടെ. ഈ കുഞ്ഞുവാവ പറഞ്ഞത് മറ്റുള്ളവരുടെ ഹൃദയത്തിലോട്ട് കയറാതെ നമ്മൾ പറയുന്ന വചനം അവരുടെ ഉള്ളിലോട്ട് കയറട്ടെ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായ ഡാമിനെ പോലെയുള്ളവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയത്. അതവിടെ ഇല്ല, ഞാൻ ചേർത്ത് പറഞ്ഞു. ഇത് ഡാമിന് പറഞ്ഞത് പൊട്ടമാണെന്ന് ലോകം മുഴുവൻ കേൾക്കണം. ഇവിടെ അരിയാഹാരം കഴിക്കുന്നവരും വചനം പഠിച്ചവരും അല്ല, പറയുള്ളവരൊന്നും അല്ലേ, ഞാൻ ശിശുവാണേ. ഇന്നും ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവർ, ലേഖനങ്ങൾ ഒരല്പം മനസ്സിലായവർ ഈ ഭൂമിയിലുണ്ട്. അവര് പറയുന്നു ഇത്. പത്രോസ് പറഞ്ഞു പൗലോസ് എഴുതിയത് ഗ്രഹിപ്പാൻ പ്രയാസമാണെന്നാ പറഞ്ഞത്. അല്ലാതെ പൊട്ടത്തരമാണ് പൗലോസ് എഴുതിയെന്ന് അല്ല പറഞ്ഞത്. ഈ മാന്യനായ പൊട്ടൻ അത് തിരിച്ചു പറയുക ചെയ്തത്. ഹല്ലേലൂയ. അതാണ് വചനത്തെ കോട്ടിക്കളയുക. എന്റെ കാലത്ത് എഴുന്നേറ്റ് വരും എന്നൊരു വിശേഷാൽ അറിഞ്ഞുകൂടില്ല. ഹല്ലേലൂയ. അപ്പൊ എഫേസ്യ ലേഖനം 4-ന്റെ 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ എല്ലാ പാസ്റ്റർമാരും വായിച്ചു പഠിച്ച് അത് പ്രസംഗിക്കണം, സഭയെ നവീകരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വരുന്നു. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്നു മരിച്ചുകൊണ്ട് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ക്രിസ്തു പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു.
അപ്പോൾ ആത്മീയമായി ഉറങ്ങിക്കെടുക്കുന്നവൻ സടകുടഞ്ഞ് എഴുന്നേറ്റ് തന്റെ കുറ്റങ്ങൾ കുറവുകളെല്ലാം സമ്മതിച്ച് വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് സ്വത്രം സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി ദൈവകൃപ പ്രാപിച്ച് മുമ്പോട്ട് വരുമ്പോൾ സ്വത്രം അവരാരായി മാറും? ദൈവസനിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ ക്രിസ്തു അവന്റെ മേൽ പ്രകാശിക്കാനിടയായി. ഇനി അടുത്ത ഭാഗം കൂടി വായിച്ച് ഞാൻ പെട്ടെന്ന് നിർത്താൻ താല്പര്യപ്പെടുന്നു. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടുള്ള ജ്ഞാനികളായിട്ടേ നടക്കുവാൻ തോന്നുന്നു. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. അതൊരു വാക്യമാണ്. ആരായി ജ്ഞാനി? ഞാൻ ഈ വാക്യം വായിച്ചിട്ട് ഒത്തിരി ഇരുന്ന് ചിന്തിക്കേണ്ട ആരോടായി ജ്ഞാനി. അവസാനം എനിക്ക് കിട്ടി ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് തന്നെ അത് പറയുന്നുണ്ട്. ആരാ ജ്ഞാനി? എന്റെ അടുക്കൽ വന്ന് എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാകുന്നു. ബുദ്ധിയുള്ളവൻ, ജ്ഞാനമുള്ളവൻ എന്റെ അടുക്കൽ വന്ന് എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യണം. മോചന വചനമല്ല. മോചന വചനം കേട്ടാൽ അങ്ങനെ പാളും. എന്റെ അടുക്കൽ വന്ന് എന്റെ വചനങ്ങളെ കേട്ട് ചെയ്തവൻ ബുദ്ധിയുള്ള മനുഷ്യനാണ് തുല്യനാകുന്നു. വൻപട ചെറിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ എലിച്ചു, അത് വീടില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 2 വീട് പണിക്കാർ, 2 വൃക്ഷങ്ങൾ, പിന്നെ 3 ഗ്രൂപ്പിനെ കുറിച്ച് മത്തായി 7 പറയുന്നുണ്ട്. സ്വത്രം നിങ്ങളെല്ലാം അത് സ്പെഷ്യലൈസിന്റെ അടുത്ത് വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം. പൊട്ടത്തരം പറയുന്നവരെ തിരുത്താൻ നമുക്ക് കഴിയണം. 2 വീട് പണി, ഹല്ലേലൂയ, 2 വൃക്ഷങ്ങൾ, പിന്നെ 2 വഴികൾ. എന്റെ പഴയ ഒരു പ്രസംഗ വിഷയമാണത്. 2 വഴി, 2 വീട് പണി. അതായത് 2 വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ, ഒന്ന് ഇടുക്കമുള്ള വഴി, ഒന്ന് വിശാലമുള്ള വഴി. 2 വീട് പണി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചന വ്യവസ്ഥപ്രകാരം പണിയുന്നവൻ നല്ല പണിയാണ്, അത് നിലനിൽക്കും. അല്ലാത്തതൊക്കെ പൊളിഞ്ഞു പോകുന്നു. 2 വൃക്ഷം എന്ന് പറഞ്ഞാൽ ഫലമുള്ള വൃക്ഷമായിരിക്കണമെന്ന്. ഫലമില്ലാത്ത വൃക്ഷത്തെ എന്ത് ചെയ്യും? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഫലമില്ലാത്തവനെ എന്ത് ചോദിച്ചാൽ വെട്ടി. പെന്തക്കോസ്ത് പ്രസ്ഥാനം ഫലമില്ലാതിരിക്കുന്നെങ്കിൽ എന്റെ അർത്ഥം എന്താ? കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോവുകയും അവസാനം സാത്താനവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊരികൾ കൊണ്ട് തള്ളത്തില്ലേ? യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിന്റെ റീമേനായി വന്ന വാക്യം ഒന്ന് വായിച്ചു. 5:1 വായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാവ് 5:1 മുതൽ. ഞാൻ എന്റെ അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിനെ വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല മുന്തിരി വഴി നട്ടു. നടുവിൽ ഒരു ഗോപുരവും പണിതു, ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കാട്ടുമുന്തിരിങ്ങ. ദൈവം ചെയ്ത ഒരു മഹത്തരമായ പ്രവൃത്തിയാണ് യെശയ്യാവ് ചെയ്യുന്നത്, പറഞ്ഞിരിക്കുന്നത്. മിസ്രയീമിൽ നിന്ന് മുന്തിരിവള്ളി കൊണ്ടുവന്നു. അബ്രഹാമിന്റെ മക്കളായ കൊച്ചുമക്കളായ ഇസ്രായേൽ മക്കൾ ലോകത്തിന് വെളിച്ചമായിരിക്കേണ്ടവർ, ലോകത്തിന് മാതൃകയായിരിക്കേണ്ട അബ്രഹാമിന്റെ കൊച്ചുമക്കളായ ഇസ്രായേൽ ജനം. എന്തുകൊണ്ടാണ് ജാതികൾ മുഴുവൻ വട്ടം വിട്ട് അവരെ തല്ലി തകർത്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ ഒരു കുഞ്ഞിനെ വെട്ടിമുറിച്ചെന്ന് സ്വത്രം കണ്ടപ്പോൾ, കൈകൊണ്ട് ഞെക്കിക്കൊന്നെന്ന് കഴിഞ്ഞപ്പോൾ ആ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഏങ്ങലടിച്ച് കരയാൻ ചെയ്തു. സ്വത്രം എത്ര അടിച്ചിട്ട് അവർ ഒതുങ്ങുന്നില്ല ശത്രുക്കൾ. എന്താ കാര്യം? പ്രമാണം വിട്ടുപോയ യഹൂദ ജാതിയുടെ പിന്തുടർച്ചക്കാരാണ് ഇന്ന് കാണുന്ന ഇസ്രായേൽ മക്കൾ. അവരെ ഇസ്രായേലിൽ അടിമത്തത്തിൽ കിടന്നവരെ കൊണ്ടുവന്ന് നട്ടു, ഫലം കൊടുത്ത് എല്ലാം ചെയ്തു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങത്രേ. പുതിയ നിയമസഭയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ ദൈവം ഫലമുള്ള വൃക്ഷങ്ങളാക്കി ദൈവസഭയിൽ നട്ടിരിക്കുമ്പോൾ നിങ്ങൾ ആകാത്ത ഫലം കായ്ച്ചാൽ നിങ്ങളെ എന്ത് ചെയ്യും ദൈവം? വെട്ടിക്കളയും. ചോദിക്കും, പാസ്റ്റർ ഇപ്പോ സംഭവിക്കുന്നില്ലല്ലോ. വെട്ടിയിട്ടിരിക്കുക. അവസാന കർത്താവിന്റെ വരവ് വെട്ടിക്കൂട്ടി കൊണ്ട് നരയത്തിൽ കൊണ്ട് തള്ളിക്കുക. ഇപ്പൊ വെട്ടുകെട്ട് കിടക്കുക, ദൈവത്തിന് ശിക്ഷയേറ്റ് കിടക്കുക. ദൈവവചനം പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിൽ മിണ്ടരുത്. വാക്യങ്ങളെടുത്ത് അതിന്റെ വിശദമായ മാർമിക മർമ്മങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിച്ച് പ്രാപിച്ച് ജനത്തിന് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മിണ്ടിപ്പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ലേഖനം മനസ്സിലാകുന്നില്ലത്രേ, ഗ്രഹിക്കാൻ കഴിയുന്നില്ലത്രേ. ലോകത്തിലെ പാസ്റ്റർമാരെ മുഴുവൻ തെറ്റിച്ചിട്ടിരിക്കത്രേ പൗലോസ്. ലോകത്തിലെ സകല വിശ്വാസികളെ പൗലോസ് കൈപിടിച്ചുയർത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പണിയാണ് ആ മനുഷ്യൻ ചെയ്തത്.
അതുകൊണ്ട് അവന് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് ഈ മണ്ടക്കോസ്വാമിക്ക് മനസ്സിലായോ? റോമൻ സാമ്രാജ്യത്തിന്റെ കത്തി അവന്റെ കഴുത്തിൽ വീഴുക ചെയ്തത്. രക്തസാക്ഷിയായി പൗലോസ് മരിച്ചു. ഇവനോ AC റൂമിൽ കയറി പൊളക്കിയല്ലേ സുഖിച്ച്. ദൈവമക്കളെ, എനിക്ക് ഇച്ചിരി വേദനയുണ്ട്, ചങ്കിരി വേദനയുണ്ട്. ഞാനും ഒരു കുഞ്ഞു ഉപദേശിച്ചു, അതുകൊണ്ട് അത്ര പ്രതികരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കാം, എന്നാൽ കർത്താവ് നമ്മുടെ മേൽ പ്രകാശിക്കും. കർത്താവ് പ്രകാശിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇരുട്ടിന്റെ വ്യക്താക്കളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഹൂദ ജാതിയോട് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് സംസാരിച്ച് കർത്താവ് പറഞ്ഞത് ഗ്രഹിക്കാൻ കഴിഞ്ഞപ്പോൾ അവര് കർത്താവിനോട് അവരെന്താ യേശു പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളെന്നാ പറഞ്ഞു. കാരണം കർത്താവിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കർത്താവ് പറഞ്ഞ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഈ പുതിയ നിയമസഭയുടെ വ്യക്താക്കളായ പലരും ഈ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല, നിങ്ങൾ സാത്താന്റെ മക്കളായി തീരാൻ കഴിയും. അതുകൊണ്ടാണ് സംഭവിച്ചേക്കുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ജ്ഞാനികളായിരിക്കുക. എന്റെ അടുക്കൽ വന്ന് എന്റെ വചനങ്ങളെ കേട്ടു ചെയ്യുന്നു. പാർവയിൽ വിടുകൊടുക്കാം, ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. മത്തായി 7 ആ ലേഖനം ആ ചാപ്റ്റർ അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ ഫലമുള്ള വൃക്ഷം. ഹല്ലേലൂയ. ദൈവവചന അവസ്ഥ പ്രകാരം വീട് പണിയുന്നവൻ പിന്നെ ഇടുക്കമുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. ഇത് പലർക്കും വിശാലമായ വഴിയിൽ പോകാനാണ് ആഗ്രഹം. സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആഗ്രഹപ്രകാരം എങ്ങനെയും ജീവിക്കാം. അങ്ങ് ചെന്ന് എത്തത്തില്ല, വഴിയിൽ വെച്ച് പട്ടുപോകും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ആത്മാവ് എഴുതിയത്, വഴിയിൽ വെച്ച് പട്ടുപോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? പുത്രൻ പറഞ്ഞ വചനം എടുത്ത് ജീവിച്ചോളാനാ. അടുത്ത വാക്യം വായിക്കാം. വീഞ്ഞു കുടിച്ച് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ യുദ്ധം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുകയും. ഇവിടെ ഈ